സമൂഹമാധ്യമങ്ങളിൽ രേണുസുതി ഉയർത്തിവിട്ട തരംഗം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. രേണുസുതിയുടെ ഫോട്ടോഷൂട്ട് വീഡിയോകളും ആൽബങ്ങളും ലക്ഷക്കണക്കിന് പേരാണ് ഇതിനകം കാണുന്നത്. അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ എന്നതി പേരിനപ്പുറം ഓൺലൈൻ മാധ്യമങ്ങളുടെ പ്രശസ്തി നേടാൻ രേണുവിന് സാധിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് രേണുവിനെ അധിക്ഷേപിച്ചും ശരീരപ്രകൃതിയെ പരിഹസിച്ചും സമൂഹമാധ്യമങ്ങളിൽ കമൻ്റിടുന്നത്. എന്നാൽ ഇതിനൊക്കെ പുല്ലുപോലെ അവഗണിച്ചാണ് രേണു മുന്നോട്ട് പോകുന്നത്. കൊല്ലം സുധിയുടെ ചരമവാർഷിക ദിനത്തിൽ രേണുവിൻ്റെ പെരുമാറ്റം വലിയ വിമർശനത്തിന് കാരണമായിരുന്നു. എന്നാൽ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല എന്നാണ് രേണുവിൻ്റെ നിലപാട്. നെഗറ്റീവ് കമന്റുകൾ തനിക്ക് പൂമാലയാണെന്നും പറഞ്ഞിട്ടുമുണ്ട്. ദാസേട്ടൻ കോഴിക്കോട് എന്ന യൂട്യൂബർക്കൊപ്പമുള്ള വീഡിയോ ആണ് ആദ്യമായി രേണു ഹെയറിലാക്കിയത്. ഇതിന് പിന്നാലെ ഫോട്ടോഷൂട്ടുകളിൽ അഭിനയിക്കാൻ രേണുവിന് അവസരം ലഭിച്ചു. രേണുവിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിന് പോലും നിരവധി കാഴ്ചക്കാരാണുള്ളത്. ഇപ്പോൾ അന്യഭാഷകളിൽ നിന്ന് തനിക്ക് അവസരങ്ങൾ വരുന്നതിനാണ് രേണു അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന അവാർഡ് ദാന പരിപാടിയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൽ നിന്ന് രേണുസുതി അവാർഡ് ഏറ്റുവാങ്ങിയിരുന്നു. ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റി സർക്കിൾ നടത്തിയ ആദരിക്കൽ ചടങ്ങിലാണ് രേണുസുതി അവാർഡ് വാങ്ങിയത്. ബെസ്റ്റ് ക്രിയേറ്റർ അവാർഡാണ് രേണുവിന് ലഭിച്ചത്. ഇതിന് പിന്നാലെ രേണുവിനെ പ്രശംസിച്ചും വിമർശിച്ചും നിരവധി കമൻറ്റുകളാണ് വരുന്നത്. പരിഹാസമായിട്ടല്ലെന്ന് മാത്രം പരാജയങ്ങൾ വിജയങ്ങളാക്കാനുള്ള രേണുസുതി മുന്നോട്ട് പോകണമെന്നും കളിയാക്കിയവരും പരിഹസിച്ചവരും നോക്കി നിൽക്കുമ്പോഴാണ് റെനു അപമാനത്തോടെ മന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയെന്നും ഒരാളുടെ കമന്റ് ബോക്സിൽ കുറിക്കുന്നു. ഓരോ കുറ്റപ്പെടുത്തലുകളെയും ചവിട്ടുപടിയായി മുന്നോട്ട് കയറിയ രേണുവിന് ഇനിയും ഉയരങ്ങൾ എത്തട്ടെ എന്ന് ചിലർ ആശംസിക്കുന്നു. പരിഹസിച്ചവർക്കുള്ള മറുപടി എന്ന നിലയിലാണ് ഈ അവാർഡെന്നും പലരും വിലയിരുത്തുന്നു. അതേസമയം അവാർഡ് ഏറ്റുവാങ്ങുന്ന വീഡിയോയിലും അടിക്കുറിപ്പിലും ചില പരിഹാസ കമന്റുകൾ കുറിക്കുന്നുണ്ട്. അവാർഡ് മേടിച്ച ആൾക്കും കൊടുത്ത ആൾക്കും അറിയില്ല എന്തിനുള്ള അവാർഡാണെന്ന് എന്നൊക്കെ ഒരാൾ വിമർശിക്കുന്നത്. തനിക്ക് കിട്ടിയ അവാർഡ് ഒരുപാട് സന്തോഷമുണ്ട് രേണു പ്രതികരിച്ചു. ദാസേട്ടൻ കോഴിക്കോട് എന്ന യൂട്യൂബർക്കും അവാർഡ് ഉണ്ടായിരുന്നു.